ഹൈക്കമാൻഡിനെ അനുസരിക്കാത്ത വി ഡി സതീശൻ. മല്ലികാർജ്ജുന ഖാർഗെയുടെ വാക്കുകൾക്ക് പോലും എതിരായാണ് വി ഡി സതീശന്റെ ചില വാദങ്ങൾ. യഥാർത്ഥത്തിൽ ജന്തർ മന്ദറിൽ ഇന്ന് നടക്കുന്ന CPIഎമ്മിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ആ പ്രതിഷേധത്തിന് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പോലും പിന്തുണയുണ്ട്. DMKയും ആപ്പും അതുപോലെ തന്നെ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക സർക്കാരും എല്ലാം തന്നെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. വലിയ രീതിയിലുള്ള മാധ്യമ ശ്രദ്ധ നേടാനും വലിയ രീതിയിലുള്ള ഒരു കോളിളക്കമുണ്ടാക്കാനും ആ പ്രതിഷേധത്തിന് സാധിക്കുന്നുണ്ട്. അതായത് കേരളം മുന്നോട്ട് വെച്ചിരുന്ന പ്രതിഷേധം എന്ന ആശയം, കേരളം മുന്നോട്ട് വെച്ചിരുന്ന കേന്ദ്ര അവഗണനയ്ക്കെതിരെയുള്ള സഖ്യം ചേരൽ എന്ന ആശയമെല്ലാം തന്നെ ഇപ്പോൾ വലിയ രീതിയിൽ ശ്രദ്ധ നേടുകയാണ്. അതെല്ലാം അർത്ഥവത്താവുകയാണ്. എന്നാൽ ഇതേ സാഹചര്യത്തിൽ ഇപ്പോഴും താൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന നിലപാടിൽ തന്നെയാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശൻ. അദ്ദേഹം ആദ്യം എന്താണോ പറഞ്ഞിരുന്നത് അതേ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അതായത് ഇങ്ങ് ഇന്ത്യയിലെ തന്നെ കോൺഗ്രസിന്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ഹൈക്കമാൻഡിനും കേരളത്തിലെ കോൺഗ്രസിനും ഇരട്ട നിലപാടാണെന്ന് കാണാം. യഥാർത്ഥത്തിൽ കേരളം കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഇത്തരമൊരു അവഗണന തങ്ങൾക്ക് നേരിടുന്നുണ്ട് എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ കേരളം അത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണെങ്കിൽ, കേരളത്തിന് ഇത്ര വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എങ്കിൽ ഈ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും കേരളത്തിന്റെ ആവശ്യമായി മുന്നിൽ നിന്ന് സപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ ഒരു പിന്തുണയുണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് മുസ്ലിം ലീഗിന്റെ നേതാവായിട്ടുള്ള കുഞ്ഞാലിക്കുട്ടി തന്നെയാണ്. ആ കുഞ്ഞാലിക്കുട്ടിയുടെ ആ വാക്കുകൾ തന്നെയാണ് യഥാർത്ഥത്തിൽ കേരള സർക്കാരിന് ഒരു പ്രചോദനമായതും. അതുകൊണ്ട് തന്നെയാണ് കേരള സർക്കാർ ഒരു സംയുക്ത യോഗത്തിനെല്ലാം തന്നെ ശ്രമിച്ചതും ഒരു സംയുക്ത പ്രതിഷേധത്തിൽ നീങ്ങാനുള്ള ഒരു സാഹചര്യത്തിനെല്ലാം തന്നെ സ്വരുക്കൂട്ടിയതും. പക്ഷേ യഥാർത്ഥത്തിൽ ആ യോഗത്തിന് ശേഷം കോൺഗ്രസ് പിന്മാറുന്ന സാഹചര്യമായിരുന്നു. കേരളത്തിന്റെ ഇത്രയും വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേരളം മാത്രമാണ് എന്നുള്ളതായിരുന്നു വി ഡി സതീശന്റെ നിലപാട്. പക്ഷേ യഥാർത്ഥത്തിൽ കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കേന്ദ്രത്തിന് പങ്കില്ല എന്നുള്ളൊരു നിലപാട് എന്തുകൊണ്ടാണ് വി ഡി സതീശന് സ്വീകരിക്കേണ്ടി വന്നത് എന്നുള്ള വലിയൊരു ചോദ്യമുണ്ട്. വി ഡി സതീശന്റെ നിലപാടനുസരിച്ച് അദ്ദേഹം പറയുന്നത് കേന്ദ്രത്തിന് പങ്കുണ്ടായിരിക്കാം, പക്ഷെ അത് പങ്കുകളിൽ ഒന്ന് മാത്രമാണ്. അതായത് കേരളത്തിന്റെ ഇത്ര വലിയൊരു പ്രതിസന്ധിയുടെ കാരണങ്ങളിൽ ഒന്ന് മാത്രമാണ് കേന്ദ്രത്തിന്റെ ഈ അവഗണന എന്നുള്ളതാണ് വി ഡി സതീശൻ പറയുന്നത്. പക്ഷേ അതേ സമയം തന്നെ കേരളം മാത്രമല്ല ഈ ഇത്തരം ഒരു അവഗണനയ്ക്ക് പാത്രമാകുന്നത് എന്നുള്ള വലിയൊരു യാഥാർത്ഥ്യം മനഃപൂർവ്വമാണോ കേരളത്തിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശൻ മറന്നു കളയുന്നത് എന്നുള്ളൊരു വലിയ ചോദ്യം അവിടെ ഉയർന്നു വരുന്നുണ്ട്. മാത്രമല്ല ഇന്ന് ഇത്ര വലിയ രീതിയിലുള്ള ഒരു ഐക്യപ്പെടലുകളും അല്ലെങ്കിൽ ഇത്ര വലിയ രീതിയിലുള്ള ഒരു പിന്തുണയെല്ലാം തന്നെ കേരളത്തിന് ലഭിക്കുന്ന സാഹചര്യത്തിൽ, CPIഎമ്മിന്റെ ആശയത്തിന് ലഭിക്കുന്ന സാഹചര്യത്തിൽ, മുഖ്യമന്ത്രി പിണറായി വിജയന് ലഭിക്കുന്ന സാഹചര്യത്തിൽ ഇതേ നിലപാട് തന്നെയാണോ വി ഡി സതീശൻ എന്നുള്ള ചോദ്യം അവിടെ വരുന്നുണ്ട്. മാത്രമല്ല ഈ നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കോളിളക്കമെല്ലാം തന്നെ അതെല്ലാം തന്നെ തീർത്തും നാടകമായാണോ വി ഡി സതീശൻ കാണുന്നത് എന്നുള്ളൊരു ചോദ്യം കൂടെ അവിടെ ഉയർന്നു വരുന്നുണ്ട്. മാത്രമല്ല പ്രത്യേകിച്ച് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കേരളത്തിൽ നിന്നും ആദ്യമായിട്ടല്ല ഇത്തരം ഒരു സംയുക്ത സമരത്തിലേക്ക് നീങ്ങിയിട്ടുള്ളത് എന്നുള്ളത് ചരിത്രം തന്നെ പറയുന്നുണ്ട്. EMSന്റെ കാലത്താണെങ്കിലും നായനാരുടെ കാലത്താണെങ്കിലും എല്ലാം തന്നെ ഇത്തരം ഒരു സംയുക്ത സമരം, ഒരു സംയുക്ത നീക്കം കേന്ദ്ര നയങ്ങൾക്കെതിരെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം തന്നെയാണ് എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത്. വി ഡി സതീശൻ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ CPIഎമ്മും കോൺഗ്രസും ഒന്നിക്കാനുള്ള യാതൊരു അവസരവും ഇല്ലാതിരിക്കാം, അല്ലെങ്കിൽ അത്തരം ഒരു സാഹചര്യത്തെ പറ്റി ചിന്തിക്കേണ്ടി പോലും വരില്ലായിരിക്കാം. പക്ഷേ കേരളം ഇത്ര വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്ന സാഹചര്യത്തിൽ കേരളം എന്നുള്ള ഒരു വികാരത്തോടു കൂടി നിൽക്കുക എന്നുള്ളത് പ്രതിപക്ഷത്തിൻ്റെ കൂടി കർത്തവ്യമാണ് എന്നുള്ളതായിരുന്നു അന്ന് കുഞ്ഞാലിക്കുട്ടി എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന വാക്കുകൾ. പക്ഷേ ആ വാക്കുകളോട് പോലും അല്പം പോലും കൂട് പുലർത്താനായിട്ട് കേരളത്തിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ എന്തു തന്നെയാണെങ്കിലും കേരള കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും തികഞ്ഞ പിന്തുണയാണ് കേരളത്തിൻ്റെ ഈ പരിപാടിക്ക് ലഭിക്കുന്നത് എന്നുള്ളതാണ്. ഇന്നലെ യഥാർത്ഥത്തിൽ കന്നഡയിൽ നിന്നും ഒരുപാട് ആളുകൾ എത്തിയെങ്കിലും വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭം പദ്ധതിയിട്ടെങ്കിലും എല്ലാം തന്നെ ഇത്ര വലിയ രീതിയിലുള്ള ഒരു മീഡിയ അറ്റൻഷൻ നേടാനായിട്ട് അവർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ്. പക്ഷേ അതേസമയം തന്നെ കേരളത്തിലെ നേതാക്കൾ പോയ സാഹചര്യത്തിൽ, CPIഎമ്മിൻ്റെ ആശയം ഡൽഹിയിലെത്തിയ സാഹചര്യത്തിൽ കൃത്യമായ മീഡിയ ശ്രദ്ധ നേടാനായിട്ട് സാധിച്ചു. വലിയ രീതിയിലുള്ള ഐക്യപ്പെടലുകളും ഐക്യദാർഢ്യവും ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ ഈ ഐക്യപ്പെടലുകളും ഐക്യദാർഢ്യമെല്ലാം തന്നെ കാണിക്കുന്നത് എന്താണ്? കേന്ദ്രത്തിൻ്റെ ഏതെങ്കിലും, അതായത് കേരളം അനുഭവിക്കുന്ന അതേ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, കേരളം പറയുന്നതിൽ കാര്യമുണ്ട് എന്നുള്ളതാണ് ഈ ഐക്യപ്പെടലുകളെല്ലാം തന്നെ കാണിക്കുന്നത് എന്നുള്ളതാണ്. അതെന്തുകൊണ്ടാണ് വി ഡി സതീശന് മനസ്സിലാകാത്തത് എന്നുള്ളതുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഖാർഗെ അദ്ദേഹം എന്ന് പറഞ്ഞ വാക്കുകളാണ്. അദ്ദേഹം കേരളത്തിനോട് അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഈ സമരത്തിനോട് ഉള്ള അദ്ദേഹത്തിൻ്റെ ഐക്യപ്പെടൽ രേഖപ്പെടുത്തുന്നുണ്ട്. കേന്ദ്ര സർക്കാർ കേരളത്തോട് വിവേചനം കാണിക്കുന്നുവെന്ന് കോൺഗ്രസ് അധ്യക്ഷനായിട്ടുള്ള മല്ലികാർജ്ജുൻ ഖാർഗെ തന്നെയാണ് സമ്മതിച്ചു തരുന്നത്. പ്രതിപക്ഷ ഭരണത്തിലുള്ള സംസ്ഥാനങ്ങളെ കേന്ദ്രം ഞെരുക്കുന്നുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. മോദി ഭരണത്തിൽ നേട്ടമുണ്ടായത് മുതലാളിമാർക്ക് മാത്രമാണ്
മാത്രമാണെന്നും ഖാർഗെ വിമർശിക്കുന്നുണ്ട്. കേരളം ഉൾപ്പെടെയുള്ള BJP ഇതര സംസ്ഥാനങ്ങൾ വിവേചനം നേരിടുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. തൊഴിലില്ലായ്മയാണ് കോൺഗ്രസ് ഉയർത്തുന്ന പ്രധാന പ്രശ്നമെന്ന് പറയുമ്പോൾ സർക്കാർ ശ്രമം പരാജയങ്ങൾ മറയ്ക്കാനാണ് എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമായി തന്നെ നിലപാട് സ്വീകരിക്കുന്നത്. ഇന്ത്യ സഖ്യത്തിലെ ഭൂരിഭാഗം പാർട്ടികളും പങ്കെടുക്കുന്ന പ്രതിഷേധത്തിൽ കോൺഗ്രസ് നേതാക്കൾ വിട്ടുനിൽക്കുന്നതിനിടെയാണ് ഖാർഗെയുടെ ഇത്തരം വാക്കുകളെല്ലാം തന്നെ വരുന്നത് എന്നുള്ളതാണ് അവിടെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കേന്ദ്ര നയങ്ങൾക്ക് എതിരായ പ്രതിഷേധത്തെ ദേശീയ തലത്തിലെ പ്രതിപക്ഷ പ്രതിഷേധമാക്കാനാണ് കേരള സർക്കാരിന്റെ ശ്രമം. കേന്ദ്ര സർക്കാർ അവഗണനയ്ക്കെതിരായ കേരളത്തിന്റെ പോരാട്ടത്തെ പിന്തുണച്ചുകൊണ്ട് ഡൽഹി, പഞ്ചാബ് മുഖ്യമന്ത്രിമാരെല്ലാം തന്നെ സമരവേദിയിൽ എത്തിയതുമാണ്. ജന്തർ മന്ദറിലാണ് കേരളത്തിന്റെ ധർണ നടക്കുന്നത്. മുഖ്യമന്ത്രിക്കൊപ്പം തന്നെ മന്ത്രിമാരും MLA-മാരും സമരത്തിൽ അണിചേരുന്നു എന്നുള്ളതും ആ സമരത്തിന്റെ തന്നെ ഏറ്റവും വലിയ സവിശേഷതകളിലൊന്നാണ്. സംസ്ഥാനങ്ങളുടെ ഭരണനിർവഹണ പ്രക്രിയയിലും ധനവിനിയോഗത്തിലും കേന്ദ്ര സർക്കാർ കൈകടത്തുന്നതിനെതിരെയും കേരളത്തിനോടുള്ള അവഗണനയ്ക്കെതിരെയുമാണ് സമരം നടക്കുന്നത്. അതായത് എന്താണ് ഇങ്ങ് രാജ്യത്ത് നടക്കുന്നത് എന്നുള്ളതിന്റെ കൃത്യമായ വിവരണമാണ് കോൺഗ്രസിന്റെ അധ്യക്ഷനായിട്ടുള്ള മല്ലികാർജ്ജുന ഖാർഗെ പറയുന്നത്. അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ, അതായത് അദ്ദേഹം ഇത്ര കണ്ട് കാര്യങ്ങൾ വ്യക്തമാക്കുന്ന സാഹചര്യത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ കേരളം നേരിടുന്ന ഈ പ്രശ്നമെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്ന സാഹചര്യത്തിൽ എന്താണ് ഇന്ത്യയിലെ BJP ഇതര സംസ്ഥാനങ്ങൾ നേരിടുന്ന പ്രധാന പ്രശ്നമെന്ന് മനസ്സിലാക്കുന്ന സാഹചര്യത്തിൽ അതിനെതിരെ പ്രതിഷേധിക്കുന്നവരെ അദ്ദേഹം പിന്തുണയ്ക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോഴും VD സതീശൻ പറയുന്നത് ഇതൊന്നുമല്ല, VD സതീശന്റെ വാക്കുകൾ എന്ന് പറയുന്നത് മറ്റൊന്നാണ് എന്നുള്ളതാണ്. കർണാടക സർക്കാർ കേരള സർക്കാർ നടത്തിയ സമരത്തിന് പിന്തുണ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. കർണാടക സർക്കാർ നടത്തിയത് വേറെ സമരമാണ്. ആ കാര്യത്തിലുള്ള ആ കോസിൽ കേരളത്തിലെ പ്രതിപക്ഷവും നിൽക്കുന്നുണ്ട്. ഞങ്ങളെ 18 MP-മാരും കേന്ദ്ര ധനകാര്യമന്ത്രിക്ക് കൊടുത്ത മെമ്മോറാണ്ടത്തിലും ഞാൻ മുഖ്യമന്ത്രിക്ക് എഴുതിയ കത്തിലും 14-ാം ധനകാര്യ കമ്മീഷനിൽ നിന്ന് 15-ാം ധനകാര്യ കമ്മീഷനിലേക്ക് മാറിയപ്പോൾ 2.5% നികുതി വിഹിതം ഉണ്ടായിരുന്നത് 1.92 ആക്കിയതിന് ഞങ്ങൾ എതിർക്കുകയാണ്. ഞങ്ങളിപ്പോൾ ഇവരുടെ കൂടെ പോകാത്തതിൻ്റെ കാരണം പല പ്രാവശ്യം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. കാരണം കേരളത്തിൻ്റെ ധനപ്രതിസന്ധിക്ക് മുഴുവൻ കാരണം കേന്ദ്ര അവഗണനയാണെന്നുള്ളൊരു നറേറ്റീവ് ഉണ്ടാക്കി ഇവരുടെ കെടുകാര്യസ്ഥതയും ധൂർത്തും അഴിമതിയും ഇവർ മറച്ചു വയ്ക്കാൻ ശ്രമിക്കുകയാണ്. ഇവർ കോടതിയിൽ കൊടുത്തിരിക്കുന്ന വേറെ കേസ്, ഡൽഹി പറയുന്നത് വേറെ കേസ്, കേരളത്തിൻ്റെ നിയമസഭയിൽ പറഞ്ഞത് വേറെ കേസ്, പരസ്പര വിരുദ്ധമാണ്. 57,800 കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ട് എന്ന് പറയുന്നത് നുണയാണ്, പച്ചക്കള്ളമാണ്. അത് ഊതിപ്പെരിപ്പിച്ച കണക്കാണ്. ആ കണക്ക് ഞങ്ങൾ പൊളിച്ചതാണ് നിയമസഭയിൽ വെച്ച്. ഇവരുടെ നികുതി പിരിവിലുണ്ടായ പരാജയം, ഇവരുടെ ധൂർത്തും അഴിമതിയും കെടുകാര്യസ്ഥതയുമാണ് ഈ രൂക്ഷമായ ധനപ്രതിസന്ധിക്ക് കാരണം. ഒരുപാട് കാരണങ്ങളിൽ ഒന്നാണ് കേന്ദ്ര അവഗണന. അത് ഇവർ 10-ാം ധനകാര്യ കമ്മീഷനെയും 15-ാം ധനകാര്യ കമ്മീഷനും തമ്മിൽ താരതമ്യപ്പെടുത്തി കിട്ടിയ കുറവാണ് പറയുന്നത്. 10-ാം ധനകാര്യ കമ്മീഷൻ ഉണ്ടായിരുന്നത് 1995-ലാണ്. 14-ാം ധനകാര്യ കമ്മീഷൻ 15-ാം ധനകാര്യ കമ്മീഷനാണ്. കർണാടക സമരത്തിൽ അവർ പറഞ്ഞിരിക്കുന്നത് അതാണ്. പിന്നെ അവർക്ക് അവിടെ വരൾച്ച 90% ജില്ലകളിലും വരൾച്ച ദുരിതാശ്വാസം കിട്ടിയിട്ടില്ല. മാത്രമല്ല അവർ 8 മാസത്തിനിടയിൽ 4 സുപ്രധാനമായ പരിപാടികളാണ് നടത്തിയിട്ടുള്ളത്. 2000 രൂപ സ്ത്രീകളുടെ അക്കൗണ്ടിൽ കൊടുക്കുന്ന പരിപാടി ഉൾപ്പെടെയുള്ള 4 സുപ്രധാനമായ തെരഞ്ഞെടുപ്പിൽ പ്രഖ്യാപിച്ച പരിപാടി നടത്തിയത്. ഇവിടെ പെൻഷൻ പോലും കൊടുക്കാത്ത സർക്കാരാണ്. പെൻഷൻ പോലും 5 മാസമായിട്ട് പെൻഷൻ കൊടുത്തിട്ടില്ല. ജീവനക്കാർക്ക് പണം കൊടുത്തിട്ടില്ല, ആർക്കും പണം കൊടുക്കുന്നില്ല, കരാറുകാർക്ക് പണമില്ല, വികസന പ്രവർത്തനങ്ങളില്ല, സാമൂഹ്യക്ഷേമ പരിപാടികളില്ല. എന്നിട്ട് വീണ്ടും കടമെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ പോകുന്നത്. സുപ്രീം കോടതിയിൽ പോയിരിക്കുന്നത് കടമെടുപ്പിൻ്റെ പരിധി ഉണ്ടാകരുതെന്നാണ്. ഇവരെ കടമെടുപ്പിൻ്റെ പരിധിയും കൂടി മാറ്റിയാൽ ഇവരെ എവിടെ പോയി നിൽക്കും കേരളം? അത്ര രൂക്ഷമായ ധനപ്രതിസന്ധിയിലേക്ക് സംസ്ഥാനത്തെ ഇവർ തള്ളിയിട്ട്, എന്നിട്ട് ഇവരുടെ ഞങ്ങളിത് നേരത്തെ പറഞ്ഞതല്ലേ, ഞങ്ങളൊരു സുപ്രഭാതത്തിൽ ഉണ്ടാക്കിയതാണോ? 2020 കേരളത്തിലെ പ്രതിപക്ഷം ഇറക്കിയ ധവളപത്രം, കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇറക്കിയ ധവളപത്രം, ഇതിൽ പ്രവചനാത്മകമായി ഞങ്ങൾ പറഞ്ഞതല്ലേ കേരളത്തിലുണ്ടാകാൻ പോകുന്ന ദുരന്തം. ഞങ്ങളുടെ നറേറ്റീവ് 4-5 വർഷമായി നിയമസഭയ്ക്കകത്തും പുറത്തും ഈ ധനപ്രതിസന്ധിയെക്കുറിച്ചുള്ള കൃത്യമായ ഓർമ്മപ്പെടുത്തലുകളാണ്. തിരുത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. സർക്കാരിന് ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോഴൊന്നും അതൊന്നും മൈൻഡ് ചെയ്യാതെ എല്ലാ കുഴപ്പത്തിലേക്കും ചെന്ന് ചാടി അവസാനം നിലയില്ലാ കയത്തിലേക്ക് കേരളം പോവുകയാണ്. എന്നിട്ട് തിരഞ്ഞെടുപ്പ് അടുക്കണതിൻ്റെ തൊട്ട് മുമ്പ് പോയിട്ട് ഒരു സമരം നടത്തിയിട്ട് ഇതെല്ലാം എവിടെ പോയി? 5 കൊല്ലമായല്ലേ ഈ ധനകാര്യ കമ്മീഷൻ പ്രവർത്തിക്കുന്നു. 5 കൊല്ലമായല്ലേ ഈ ധനകാര്യ കമ്മീഷൻ 1.92 ആക്കിയിട്ട്. ഈ ധനകാര്യ കമ്മീഷൻ്റെ കാലാവധി തീരുവാണ്. ഇത്രയും നാൾ ഈ സമരം കണ്ടില്ലല്ലോ കേന്ദ്രത്തിൻ്റെ മുമ്പിൽ. എവിടെയായിരുന്നു സമയം? അപ്പോൾ ഇപ്പോൾ നിലയില്ലാ കയത്തിൽ പെട്ടുപോയപ്പോൾ, നിവൃത്തിയില്ലാതായപ്പോൾ ജനങ്ങളെ
നുണ പറഞ്ഞ് കള്ളം പറഞ്ഞ് 1000 വട്ടം നുണ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. അതാണ് തന്ത്രം, ഇവരുടെ തന്ത്രം. ഇവർ നേരത്തെ ഉണ്ടാക്കിയല്ലോ 18 മാസം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പെൻഷൻ കൊടുത്തില്ല. പച്ച കള്ളമായിരുന്നു എന്ന് ഞങ്ങൾ നിയമസഭയിൽ തെളിയിച്ചില്ലേ? അതുപോലത്തെ ഒരു കള്ളമാണ് ഈ 57,800 കോടി രൂപ. അത് ഞങ്ങൾ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു സംശയം വേണ്ട. കർണാടക ഉയർത്തുന്ന പ്രശ്നവും കേരളം ഉയർത്തുന്ന പ്രശ്നവും രണ്ടാണ് എന്നാണ് പ്രതിപക്ഷ നേതാവായ വി.ഡി. സതീശൻ പറഞ്ഞു വെക്കുന്നത്. പക്ഷേ രണ്ടും രണ്ടായിരിക്കാം. ഇരു കൂട്ടരുടെയും പ്രശ്നങ്ങൾ രണ്ടായിരിക്കാം. പേരുടെയും സാമ്പത്തിക അവസ്ഥയും ഭദ്രതയും എല്ലാം തന്നെ ഒരുപക്ഷെ വളരെ വലിയ രീതിയിൽ തന്നെ അവ തമ്മിലുള്ള വലിയ രീതിയിലുള്ള അന്തരങ്ങളും ഉണ്ടായിരിക്കാം. പക്ഷേ എല്ലാവരും ഉയർത്തുന്ന ഒരു വാദമുണ്ട്. അതായത് BJP ഇതര സംസ്ഥാനങ്ങളോട് കേന്ദ്രവും അഥവാ BJPയും അവഗണന കാണിക്കുന്നു എന്നുള്ളൊരു വലിയ യാഥാർത്ഥ്യമുണ്ട്. ആ യാഥാർത്ഥ്യം മറച്ചു വയ്ക്കാനായിട്ട് കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന് സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം അത് അത്ര വലിയൊരു യാഥാർത്ഥ്യമായി നിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ്, അത് വലിയൊരു വസ്തുതയായി നിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് കേരളത്തിൻ്റെ ഈ മുന്നേറ്റത്തിന് ഇത്ര വലിയ പിന്തുണ ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഹൈക്കമാൻഡ് എടുത്ത തീരുമാനത്തിനെ പോലും സപ്പോർട്ട് ചെയ്യാതെ, ഹൈക്കമാൻഡ് പറയുന്നത് എന്താണ് ആ വസ്തുത പോലും അംഗീകരിക്കാനാകാതെ, കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഞങ്ങൾ ഒരിക്കലും ഐക്യപ്പെടാൻ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് വിട്ടുമാറി നിൽക്കുന്നത് ഒരുതരം ഇരട്ടത്താപ്പ് തന്നെയാണ്. യഥാർത്ഥത്തിൽ വി.ഡി. സതീശൻ വസ്തുതകൾ അറിയാതെയാണ് മാറി നിൽക്കുന്നത് എന്ന് വേണം ഇതിനെ കാണാനായിട്ട്. യഥാർത്ഥത്തിൽ കേരളം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, കേരളം മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ എന്ന് പറയുന്നതെല്ലാം തന്നെ അത് കേന്ദ്രത്തിൻ്റെ അവഗണനയ്ക്കെതിരെ തന്നെയുള്ളതാണ്. കേരളം ഇതിനെതിരെ കോടതി പോലും കയറേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനെല്ലാം ശേഷം സുപ്രീം കോടതി പോലും എത്തിയ സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെല്ലാം അവസാനമാണ് ഒരു പ്രതിഷേധം എന്ന നിലയിലേക്ക് കേരളത്തിൻ്റെ ഭാഗത്തു നിന്നൊരു നീക്കമുണ്ടായിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ പഞ്ചാബും കർണാടകയും തമിഴ്നാടും എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ അഥവാ ഇന്ത്യയിലെ തന്നെ കോൺഗ്രസ് എന്ന സംവിധാനം, കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ഈ CPIഎമ്മിൻ്റെ ഈ ആശയത്തെ പിന്തുണയ്ക്കുന്ന സാഹചര്യത്തിൽ ആം ആദ്മി പാർട്ടി പോലുള്ള ഒരു സംവിധാനം അഥവാ ഒരു പ്രസ്ഥാനം ഈ CPIഎമ്മിൻ്റെ ആശയങ്ങളെ പിന്തുണയ്ക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ കോൺഗ്രസ് മാത്രം പറയുകയാണ് CPIഎമ്മിൻ്റെ ആശയം ശരിയല്ല, CPIഎമ്മിൻ്റെ സമരരീതി ശരിയല്ല, CPIഎമ്മിൻ്റെ ആവശ്യങ്ങൾ ശരിയല്ല എന്നുള്ളത്. അപ്പോൾ മാറ്റി ചിന്തിക്കേണ്ടത് വി.ഡി. സതീശൻ തന്നെയാണ്. ഹൈക്കമാൻഡിൻ്റെ വാക്കുകൾക്ക് പോലും ചെവി കൊടുക്കാതെ ഈ വി.ഡി. സതീശൻ ഇപ്പോൾ സംസാരിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അത് കേവലം രാഷ്ട്രീയ മുതലെടുപ്പ് മാത്രമാണ് എന്ന് വേണം ഈ സാഹചര്യത്തിൽ കരുതാനായിട്ട്.